എന്താണ് ഗൂഗിൾ ഷീറ്റ്സിലെ DATEDIF ഫംഗ്ഷൻ അഥവാ ഡേറ്റ് ഡിഫറൻസ് ഫംഗ്ഷൻ? DATEDIF ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. രണ്ട് തീയതികൾക്കിടയിൽ എത്ര ദിവസങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര മാസങ്ങളുണ്ട്, ഇനി അതുമല്ലെങ്കിൽ എത്ര വർഷങ്ങളുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഗൂഗിൾ ഷീറ്റ്സിലെ DATEDIF ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ രണ്ട് തീയതികൾക്കിടയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ DATEDIF എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, DATEDIF ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, ആദ്യത്തെ തീയതി സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ്, രണ്ടാമത്തെ തീയതി സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് യൂണിറ്റ്. DATEDIF ഫംഗ്ഷന് ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ് എന്നിങ്ങനെ 3 തരത്തിലുള്ള ഡിഫറൻസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ വേണ്ടത് ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണമാണ്. അതായത് ഡേയ്സിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ വേണ്ടത്. ദിവസങ്ങളിലുള്ള ഡിഫറൻസ് കിട്ടാനായിട്ട് ഡേയ്സ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഇവിടെ ടൈപ്പ് ചെയ്യാം, ഡബിൾ കോട്ട്സ് D ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ രണ്ട് തീയതികൾക്കിടയിൽ 967 ദിവസങ്ങളുണ്ട്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന തീയതികൾക്കിടയിലുള്ള ദിവസങ്ങളിലെ ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി ഈ രണ്ട് തീയതികൾക്കിടയിൽ എത്ര മാസങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ DATEDIF, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ്, കോമ, എൻഡ് ഡേറ്റ്, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് യൂണിറ്റ്. തീയതികൾക്കിടയിൽ എത്ര മാസങ്ങളുണ്ടെന്ന് കണ്ടെത്താനായിട്ട് മന്ത്സ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഇവിടെ ടൈപ്പ് ചെയ്യാം, ഡബിൾ കോട്ട്സ് M ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ രണ്ട് തീയതികൾക്കിടയിൽ 31 മാസങ്ങളുണ്ട്. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ തീയതികൾക്കിടയിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ DATEDIF, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ്, കോമ, എൻഡ് ഡേറ്റ്, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് യൂണിറ്റിൻ്റെ സ്ഥാനത്ത് ഇയേഴ്സ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഉപയോഗിക്കുക, ഡബിൾ കോട്ട്സ് Y ഡബിൾ കോട്ട്സ്, എൻ്റർ. നോക്കുക, ഈ രണ്ട് തീയതികൾക്കിടയിൽ 2 വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി വളരെ പെട്ടെന്ന് DATEDIF ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയുള്ള ഈ ടേബിൾ നോക്കുക, കുറച്ച് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഈ കാണുന്നത്. ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ആളുടെയും ഏജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ശ്രീ രത്തൻ ടാറ്റയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഈ കാണുന്നത്, 28 ഡിസംബർ 1937. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രായം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ DATEDIF ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റിൻ്റെ സ്ഥാനത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിക്കുക, കോമ. എൻഡ് ഡേറ്റിൻ്റെ സ്ഥാനത്ത് ടുഡേ ഫംഗ്ഷൻ, ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ. യൂണിറ്റിൻ്റെ സ്ഥാനത്ത് Y ഡബിൾ കോട്ട്സ്, Y ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 1937 ഡിസംബർ 28 തീയതിയാണ് ശ്രീ രത്തൻ ടാറ്റ ജനിച്ചത്. അദ്ദേഹത്തിന് ഇന്നീ ദിവസം, അതായത് 2022 ഓഗസ്റ്റ് മാസം 25 തീയതി 84 വയസ്സായി. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള ഓരോ ആളിൻ്റെയും പ്രായം ഈ മൂന്നാമത്തെ കോളത്തിൽ വന്നാൽ കാണാം. ഗൂഗിൾ ഷീറ്റ്സിലെ ഒരുപാട് ഡേറ്റ് ഫംഗ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് DATEDIF ഫംഗ്ഷൻ. ഗൂഗിൾ ഷീറ്റ്സിലെ മറ്റ് ഡേറ്റ് ഫംഗ്ഷനുകളെക്കുറിച്ചും അവയുടെ പ്രാക്ടിക്കൽ യൂസസിനെ കുറിച്ചും പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.